ഹായ്, വെൽക്കം ടു ടൈനി ടോക്സ്. ഞാൻ സൂര്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെ സ്ട്രോങ് ആക്കാമെന്നുള്ള കുറച്ച് ടിപ്സാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതിനെല്ലാം ടിപ്സ് വേണോ? അപ്പം ഞാൻ എൻ്റെ മോളോട് അവൾ ജനിച്ച ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്പർ 1, ബ്രസ്റ്റ് ഫീഡിങ്. ഒബ്വിയസ്ലി ബ്രസ്റ്റ് ഫീഡിങ് ന്യൂട്രീഷൻ മാത്രമല്ല ബേബിക്ക് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ ഹാർട്ട് ബീറ്റ് അവരറിയും. അതുപോലെ നമ്മൾ സ്കിന്നായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ ചൂട്, ഇതെല്ലാം ബോണ്ടിങ് സ്ട്രോങ് ആക്കാൻ സൂപ്പറാണ്. പിന്നെ സെക്കൻഡ് തിങ്, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരെ കണ്ണിലേക്ക് നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് പാല് കൊടുക്കുക. ഇതും സ്ട്രോങ് ചെയ്യാൻ നമ്പർ 1 ആണ്. പിന്നെ ബേബീനെ അടുത്ത് നമ്മൾ മിററിലേക്ക് നോക്കി കളിക്കുക. ബേബീസിനാണെങ്കിൽ റിഫ്ലക്ഷനൊന്നും അറിയില്ലായിരിക്കും, ബട്ട് ദാറ്റ്സ് ഓക്കെ. അവർക്ക് ഹ്യൂമൻ ഫേസസ് കാണാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പം ഇതവരെ ഭയങ്കര ഹാപ്പി ആക്കും. അപ്പം ഇത് വളരെ നല്ലൊരു പോയിൻ്റാണ് ബോണ്ടിങ് സ്ട്രോങ് ആക്കാൻ. അടുത്ത കാര്യം, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വെക്കാൻ. 9 months ക്യാരി ചെയ്തല്ലേ നമ്മൾ ബേബീനെ. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ആ ഒരു കണക്ഷൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടാവും. ഒബ്വിയസ്ലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബേബി നമ്മൾ ബെല്ലിയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ഒരു കിക്ക്, ആ ഫീലിംഗ് അല്ലേ ശരിക്കും എനിക്കിപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ മാക്സിമം എന്താ ചെയ്യുക, ഇപ്പം കങ്കാരു മദർ കെയർ ചെയ്യുക. കങ്കാരു മദർ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡിലേക്ക് കിടന്ന് ബേബീനെ നമ്മൾ ചേർത്ത് ഇവിടെ ഇങ്ങനെ കിടത്തുക. അപ്പം ഇതെല്ലാം ഗുണം എന്താ വെച്ചാൽ ഇറ്റ്സ് ഹെൽപ്സ് ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ബോണ്ടിങ് സ്ട്രോങ് ആക്കാനും വളരെ നല്ലതാണ്. ഇതിനെ പറയാം കങ്കാരു മദർ കെയർ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ബേബീനോട് മാക്സിമം വർത്താനം പറയും. ഇതിൻ്റെ ബെനിഫിറ്റ് വേറൊന്നല്ല, കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കുന്നു പറയും. അതേപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നല്ലതാണ് നമ്മൾ എപ്പോഴും ബേബീസിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക. അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ചിലപ്പം, എന്നാലും സാരമില്ല, നമ്മൾ അവരോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുക. സിങ് ടു യുവർ ബേബി. നമ്മൾ പാട്ട് പാടിക്കൊടുക്കാം. എല്ലാ അമ്മമാരും വിചാരിക്കും, അയ്യോ ഞാൻ എനിക്ക് പാടാനൊന്നും അറിയില്ല. ഇപ്പം എല്ലാവരും ഗായികമാരായിട്ടാണോ? പാടുക. അതിപ്പോൾ കളരാകായാലും സ്വന്തം കുഞ്ഞുവാവയ്ക്ക് അവർ അമ്മ പാടുന്ന പാട്ട് അത് സൂപ്പർ സിംഗറായിരിക്കും. ഇത് കുട്ടികൾ ഡിസ്കംഫർട്ടായിട്ടുള്ള സമയത്തായാലും ഏറ്റവും സൂത്ത് ചെയ്യാനുള്ളത് അവർ പാട്ട് പാടിക്കൊടുക്കുന്ന ഏറ്റവും സൂത്തിങ് കാര്യമാണ്. അപ്പം സൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് നല്ലതല്ല, ഞാൻ പാടിയാൽ കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് പാടാതിരിക്കരുത്. കുട്ടികൾക്ക് പാടിക്കൊടുത്താൽ ഈ ബോണ്ടിങ്ങിന് സ്ട്രോങ് ആക്കുന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഡാൻസ് വിത്ത് ബേബി. ബേബീനെ എടുത്ത് മിററിൽ കാണിച്ചിട്ട് അങ്ങനെ ഡാൻസ് ചെയ്യാം. അതവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇതും ബോണ്ടിങ്ങിന് ബെസ്റ്റാണ്. പിന്നെ അടുത്ത കാര്യം, മസാജ്. ഇപ്പം പണ്ട് മുതലേ എല്ലാവരും പണ്ട് മുതലേ മസാജിങ് എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ബിഫോർ ബാത്തിങ് നല്ലോണം മസാജിങ് ബാത്തിങ് ടൈം മാത്രമല്ല എഫക്റ്റീവ്. നമുക്ക് എപ്പോഴും കൂടി ബെഡ് ടൈമിന് മുന്നേ കുട്ടികളെ ഒരു 15 minutes മസാജ് ചെയ്താൽ അവർക്ക് ബെറ്റർ സ്ലീപ്പ് കിട്ടും, റെഡ്യൂസ് സ്ട്രെസ്. ഇത്രയ്ക്ക് കാര്യങ്ങൾ നമ്മൾ ബേബീസിനോട് ചെയ്താൽ ഒബ്വിയസ്ലി നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. അപ്പം ഹാപ്പി മദർഹുഡ് ലൈഫ്. ബൈ. Thank you for watching.